ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഭരദ്വാജാശ്രമപ്രവേശം. നിഷാദരാജാവായ ഗുഹനെ തിരിച്ചയച്ച ശേഷം ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണകുമാരനോടും കൂടി യാത്ര തുടർന്ന് ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ. വൈദേഹി സീത, മൃഗം മാൻ, സാദരം ആദരവോടെ, ഭുക്ത്വാ ഭുജിച്ചിട്ട്, പാദപമൂലേ വൃക്ഷച്ചുവട്ടിൽ, പാദപം വൃക്ഷം, മൂലം ചുവട്, ദലാഢ്യതൽപസ്ഥലെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ. ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വനത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു മാനിനെ കൊന്ന് ഭക്ഷിച്ച ശേഷം വൃക്ഷച്ചുവട്ടിൽ ഇലകൾ കൊണ്ട് നിർമ്മിച്ച കിടക്കയിൽ സുഖത്തോടെ കിടന്നു. കൊടുംകാട്ടിലെ മരച്ചുവട്ടിൽ ഇലകൾ വിരിച്ചു കിടക്കുന്നതും കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ ശയിക്കുന്നതും ശ്രീരാമചന്ദ്രന് ഒരുപോലെ സുഖപ്രദം ആണ്. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. മാർത്താണ്ഡദേവൻ സൂര്യഭഗവാൻ, അനന്തരം ശേഷം പാർത്ഥിവൻ രാജാവ്, അർഘ്യം ദേവന്മാർക്ക് മന്ത്രപൂർവം അർപ്പിക്കുന്ന ജലം. ദശോപചാരങ്ങളിൽ ഒന്ന്. അർഘ്യം, പാദ്യം, ആചമനീയം, മധുപർക്കം, പുനരാചമനീയം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം എന്നിവയാണ് ദശോപചാരങ്ങൾ. ഭരദ്വാജനായ തപോധനൻ, ഭരദ്വാജൻ എന്നു പേരായ മഹർഷിശ്രേഷ്ഠൻ. തപോധനൻ താപസശ്രേഷ്ഠൻ. ആശ്രമപദം ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ചിത്തമോദം സന്തോഷം. തത്ര അവിടെ. വടു ബ്രഹ്മചാരി. സൂര്യോദയത്തിന് ശേഷം രാജകുമാരനായ ശ്രീരാമചന്ദ്രൻ അർഘ്യം തുടങ്ങിയ നിത്യകർമ്മങ്ങൾ ആചരിച്ച ശേഷം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിന് സമീപം സന്തോഷത്തോടെ ഇരുന്നു. അപ്പോൾ അവിടെ ഒരു ബ്രഹ്മചാരിയെ കാണാൻ സാധിച്ചു. ഭരദ്വാജനെ പോലെ ഒരു തപോധനന്റെ ആശ്രമപദത്തിനടുത്തിരിക്കുന്നതുപോലും ചിത്തമോദപ്രദമാണ് എന്നാണ് തുഞ്ചത്താചാര്യൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നിതുടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തെ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നിടുന്നു. ഉണർത്തിക്കണം, അറിയിക്കണം. ദശരഥനന്ദനൻ ദശരഥപുത്രൻ, ഭാമിനി ഭാര്യ, പാർത്തിരിക്കുന്നു കാത്തിരിക്കുന്നു, ഉടജം ആശ്രമം, അന്തികേ സമീപത്ത്, വാർത്ത വർത്തമാനം, ആഭോഗ സന്തോഷം പരിപൂർണമായ സന്തോഷം, ആശ്രമോപാന്തേ ആശ്രമത്തിന് സമീപം. ഭരദ്വാജാശ്രമത്തിന് സമീപത്തു കണ്ട ബ്രഹ്മചാരിയോട് രാഘവൻ ഇപ്രകാരം പറഞ്ഞു. ദശരഥനന്ദനായ രാമൻ തന്റെ ഭാര്യയോടും സഹോദരനോടും ഒന്നിച്ച് മഹാമുനിയെ ദർശിക്കുന്നതിനായി ആശ്രമത്തിന് സമീപം കാത്തുനിൽക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കുക. ഉടനെ തന്നെ ആ ബ്രഹ്മചാരി താപസശ്രേഷ്ഠനായ ഭരദ്വാജന്റെ അടുത്ത് ചെന്ന് മനസ്സ് നിറഞ്ഞ ആനന്ദാതിരേകത്തോടെ പറഞ്ഞു, ആശ്രിതവത്സലനായ മഹാമുനെ, ആശ്രമ പരിസരത്ത് ദശരഥപുത്രൻ അങ്ങയെ കാണുവാനായി കാത്തിരിക്കുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയും ഗത്വാ രഘൂത്തമ സന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ദൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാൻവിതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദ
ആശയാനന്ദമിയെന്നരുളി ചെയ്തു. ശ്രുത്വാ കേട്ടിട്ട്, ഇത്തം ഇപ്രകാരം, ഉദ്ധായ എഴുന്നേറ്റിട്ട്, ഹസ്തേ കയ്യിൽ, സമാദായ എടുത്തുകൊണ്ട്, സാർഖ്യപാദ്യാദി അർഘ്യം പാദ്യം എന്നിവയോടുകൂടി, പാദ്യം അതിഥിയുടെ കാൽ കഴുകാനുള്ള ജലം, കറുക അക്ഷതം ഉണക്കലരി, ചന്ദനം, കുശാഗ്രം, യവം, എള്ള്, കടുക് എന്നിവ കലർത്തിയ ജലമാണ് പാദ്യം എന്നറിയുന്നത്. ഗത്വ ചെന്നിട്ട്, രഘൂത്തമ സന്നിധൗ രഘൂത്തമന്റെ സന്നിധിയിൽ, ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ, സത്വരം വേഗത്തിൽ, ഭക്തിയൈവ ഭക്തിയോടുകൂടി, പൂജയിത്വ പൂജിച്ചിട്ട്, സഹലക്ഷ്മണം ലക്ഷ്മണനോടുകൂടി, ദൃഷ്ടുവ കണ്ടിട്ട്, രമാവരം രമാകാന്തനെ ലക്ഷ്മീകാന്തനെ ശ്രീരാമചന്ദ്രനെ, രാമം രാമനെ, ദയാപരം ദയാപരനെ, തുഷ്ട്യ സന്തോഷത്തോടെ, ആശയാനന്ദമിയെന്ന് ആനന്ദം അനുഭവിച്ചുകൊണ്ട്, മുനിപുങ്കവൻ മുനിശ്രേഷ്ഠൻ അരുളി ചെയ്തു പറഞ്ഞു. ബ്രഹ്മചാരിയുടെ വാക്കുകൾ കേട്ട ഭരദ്വാജ മഹർഷി എഴുന്നേറ്റ് അർഘ്യം പാദ്യം മുതലായവ കയ്യിലെടുത്തുകൊണ്ട് രഘുനാഥന്റെ സവിധത്തിലേക്ക് പെട്ടെന്ന് ചെന്ന് ഭക്തിപൂർവം അദ്ദേഹത്തെ പൂജിച്ചു. ലക്ഷ്മണനോടുകൂടിയ ലക്ഷ്മീപതിയും ദയാവാനുമായ ശ്രീരാമചന്ദ്രനെ കണ്ട് ഭരദ്വാജ മഹർഷി ആനന്ദസമുദ്രത്തിൽ മുഴുകി. ഭാര്യയായ സീതയോടും അനുജനായ ലക്ഷ്മണനോടും ഒപ്പം ശ്രീരാമചന്ദ്രൻ ഭരദ്വാജ പാദപങ്കജങ്ങളെ താണുവണങ്ങി. മഹർഷി ശ്രേഷ്ഠനാകട്ടെ ആശീർവചനങ്ങളോടുകൂടി മനസ്സിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടുനി വേദാത്മക മമ പർണശാലാമിമാം, ഇത്തമുഗ്ധോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം, പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. പാദരജസ പാദത്തിലെ പൊടികൊണ്ട്, പവിത്രയാക്കുക പരിശുദ്ധയാക്കുക, വേദാത്മക വേദസ്വരൂപ, ഇമാം പർണശാലാം ഈ പർണശാലയെ ഈ ആശ്രമത്തെ, ഇത്തം ഉക്തോടജം ആനീയ ഇത്തം ഉക്വാൻ ഉടജം ആനീയ ഇത്തം ഇപ്രകാരം, ഉക്വാ പറഞ്ഞിട്ട്, ഉടജം ആശ്രമത്തിലേക്ക്, ആനീയ കൊണ്ടുവന്നിട്ട്, സീതയാ സീതയോടുകൂടി, സത്യസ്വരൂപം സത്യസ്വരൂപനെ ശ്രീരാമനെ, സഹാനുജം അനുജനോടുകൂടി, സാദരം ആദരവോടെ, പൂജാവിധാനേന പൂജാവിധികൾ അനുസരിച്ച്, ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ ഭരദ്വാജൻ എന്ന മാമുനി ശ്രേഷ്ഠൻ, അല്ലയോ വേദാത്മക, അങ്ങയുടെ പാദരേണുക്കളാൽ എന്റെ ഈ പർണശാലയെ പവിത്രമാക്കിയാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യസ്വരൂപനായ ശ്രീരാമചന്ദ്രനെ സീതയോടും സഹോദരനോടും ഒപ്പം ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് യഥാവിധി പൂജിച്ച് സ്വീകരിച്ചിരുത്തിയ ശേഷം തപോധന ശ്രേഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു. നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ, ജ്ഞാതം മയാ തവോദന്തം രഘുപതേ, ഭൂതമാഗാമികം വാ കരുണാനിധേ, ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ, കാര്യമാനുഷനായിതുമായയാ ഭൂതലേ. സംഗമം കൂടിച്ചേരൽ, തപസ്സാഫല്യം തപസ്സിന്റെ ഫലസിദ്ധി, ജ്ഞാതം അറിയപ്പെട്ടത്, മയാ എന്നാൽ, തവോദന്തം തവ ഉദന്തം തവ നിന്റെ ഉദന്തം കഥ, ഭൂതം കഴിഞ്ഞത്, ആഗാമികം വരാനിരിക്കുന്നത്, ഭൂതം ആഗാമികം വ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ആയത്, കരുണാനിധി കാരുണ്യമൂർത്തി, പരമാത്മാ ഭവാൻ പരമാത്മാവായ അവിടന്ന്, കാര്യമാനുഷൻ കാര്യം നിർവഹിക്കുന്നതിനു വേണ്ടി മനുഷ്യനായി അവതരിച്ചവൻ, മായയാ മായ കാരണമായി, ഭൂതലേ ഭൂമിയിൽ. അല്ലയോ ശ്രീരാമചന്ദ്ര, നിന്നോട് സംഗമമുണ്ടായതുകൊണ്ട് അഥവാ നിന്നെ കാണാൻ സാധിച്ചതുകൊണ്ട് എനിക്ക് തപസ്സാഫല്യം കൈവന്നിരിക്കുന്നു. രഘുപതേ, അങ്ങയുടെ കഥ എനിക്കറിയാം. കഴിഞ്ഞുപോയതും ഭൂതം വരാനിരിക്കുന്നതും ആഗാമികം ആയ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. പരമാത്മാവായ അങ്ങ് മായാവിലാസം കൊണ്ട് ധർമ്മരക്ഷാർത്ഥം മനുഷ്യനായി ഭൂമിയിൽ അവതാരം എടുത്തിരിക്കുകയാണ്.
ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നതിന്നെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിന്നു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ബ്രഹ്മണ ബ്രഹ്മാവിനാൽ, സംപ്രാർത്ഥിതൻ നല്ലവണ്ണം പ്രാർത്ഥിക്കപ്പെട്ടവൻ, അപേക്ഷിക്കപ്പെട്ടവൻ, കാനനവാസാവകാശം വനവാസത്തിനുള്ള അവകാശം, അവസരം, തവ ധ്യാനൈകജാതയാ ജ്ഞാനദൃഷ്ട്യാ അങ്ങയുടെ ധ്യാനം കൊണ്ടു മാത്രം ലഭിച്ച ദിവ്യദൃഷ്ടി കൊണ്ട്, സന്തുഷ്ടബുദ്ധ്യാ സന്തുഷ്ടമായ മനസ്സോടെ, കൃതാർത്ഥനായേനഹം ഞാൻ കൃതാർത്ഥനായി. പണ്ട് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചതിൻ പ്രകാരം അങ്ങ് മാനുഷജന്മം സ്വീകരിച്ചത് എന്തിനാണെന്നും കാനനവാസത്തിന് അവസരമുണ്ടായത് എന്തിനാണെന്നും ഞാൻ അറിയുന്നു. അങ്ങയെ ധ്യാനിച്ചതുകൊണ്ടു മാത്രം ഉണ്ടായ ജ്ഞാനദൃഷ്ടിയാൽ എനിക്ക് സകലതും കാണാൻ കഴിയുന്നു. എന്തിനാണ് കൂടുതൽ പറയുന്നത്? ഞാൻ ഏറ്റവും സന്തുഷ്ടനും കൃതാർത്ഥനും ആയി തീർന്നിരിക്കുന്നു. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കേണമേ. ഇത്തമന്യോന്യം ആഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. ശ്രീപതി ലക്ഷ്മീപതി മഹാവിഷ്ണു സാദരം ആദരവോടെ, ഏവം ഇപ്രകാരം, ക്ഷത്രബന്ധുക്കൾ ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവർ, ആഭാഷണം സംഭാഷണം, തത്ര അവിടെ, ലക്ഷ്മീപതിയായ രാഘവൻ താപസശ്രേഷ്ഠനായ ഭരദ്വാജനെ വന്ദിച്ചുകൊണ്ട് ആദരപൂർവം ഇപ്രകാരം പറഞ്ഞു. ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ഞങ്ങളെ അങ്ങ് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അനുഗ്രഹിക്കണം. ഇത്തരത്തിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് ആ രാത്രിയിൽ മുനിയോടൊന്നിച്ച് അവർ ആ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. ശ്രീരാമലക്ഷ്മണന്മാരുടെ വാത്മീകാശ്രമ പ്രവേശം അടുത്ത ഭാഗത്തു നോക്കാം. ശ്രീരാമചന്ദ്രായ നമഃ.